ക്രിസ്തുവേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രതിസന്ധികളും വെല്ലുവിളികളും ഭീകരമായ ഗോലിയാത്തന്മാരെ പോലെ നമുക്ക് മുമ്പിൽ വരാറുണ്ട്. സാമ്പത്തിക തകർച്ചയായിരിക്കാം, രോഗമായിരിക്കാം, അല്ലെങ്കിൽ മാനസികമായ തളർച്ചയായിരിക്കാം, കുടുംബബന്ധത്തിലെ അസ്വസ്ഥതകളായിരിക്കാം, പരീക്ഷാ ഭയങ്ങളായിരിക്കാം. ഇത്തരം സാഹചര്യങ്ങളിൽ നാം ഭയപ്പെടുന്നത് സ്വാഭാവികമാണ്. എന്നാൽ 1 ശമൂവേൽ 17:47 നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നാം നേരിടുന്ന പ്രശ്നങ്ങൾ നമ്മുടേതല്ല, മറിച്ച് അത് ദൈവത്തിൻ്റെതാണ് എന്ന്. ഈ വചനമുണ്ടായ സാഹചര്യം തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇസ്രായേൽ സൈന്യം ഫിലിസ്തീനായ ഗോലിയാത്തിനെ കണ്ട് ഭയന്ന് വിറച്ചു നിൽക്കുമ്പോൾ വെറും ഒരു ആട്ടിടയനായ ബാലൻ ദാവീദ് മുന്നോട്ട് വന്നു. ദാവീദിന്റെ കയ്യിൽ വലിയ വാളോ കുന്തമോ കവചിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവന് ഒരു ഉറപ്പുണ്ടായിരുന്നു, താൻ പോരാടുന്നത് സ്വന്തം ശക്തിയിലല്ല, മറിച്ച് ജീവനുള്ള ദൈവത്തിന്റെ നാമത്തിലാണ് എന്ന്. ദാവീദ് ഗോലിയാത്തിനോട് പറഞ്ഞു, വാളും കൊണ്ടും കുന്തം കൊണ്ടുമല്ല യഹോവ രക്ഷിക്കുന്നത് എന്ന് ഈ സഭയൊക്കെയും അറിയും. യുദ്ധം യഹോവയ്ക്കുള്ളത്, അവൻ നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. ലോകത്തിന്റെ കണ്ണിൽ ദാവീദ് പരാജയപ്പെടേണ്ടവനായിരുന്നു. എന്നാൽ യുദ്ധം ദൈവത്തിന് വിട്ടുകൊടുത്തപ്പോൾ ആ ചെറിയ കല്ലിന് വലിയ ഗോലിയാത്തിനെ വീഴ്ത്തുവാൻ കഴിഞ്ഞു. ദാവീദിനെ പോലെ തന്നെ ഈ വചനം ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ് യഹോശാഫാത്ത് രാജാവും. ഒരിക്കൽ വലിയൊരു സൈന്യം രാജാവിനെതിരെ യുദ്ധത്തിന് വന്നു. ഭയന്നുപോയ രാജാവ് തന്റെ സൈനിക ശക്തിയെ അല്ല ആശ്രയിച്ചത്, മറിച്ച് ദൈവസന്നിധിയിൽ ഉപവസിച്ചു പ്രാർത്ഥിച്ചു. അന്ന് ദൈവം തന്റെ ദാസൻ മുഖാന്തരം നൽകിയ മറുപടി ഇതായിരുന്നു: ഈ വലിയ സൈന്യം നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രേ. പിറ്റേന്ന് യുദ്ധക്കളത്തിലേക്ക് പോയ ഇസ്രായേൽ സൈന്യം ആയുധങ്ങൾ ഏന്തുന്നതിനു പകരം ദൈവത്തെ സ്തുതിക്കുകയാണ് ചെയ്തത്. അവർ സ്തുതിച്ചു തുടങ്ങിയപ്പോൾ ദൈവം ശത്രുക്കൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കി. അവർ തമ്മിൽ തല്ലി നശിച്ചു. യഹോശാഫാത്തിന് ഒരമ്പ് പോലും തൊടിക്കേണ്ടി വന്നില്ല. പോരാട്ടം ദൈവം ഏറ്റെടുത്തപ്പോൾ വിജയം അത്ഭുതകരമായിരുന്നു. അതെ, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നമ്മുടെ ബുദ്ധി കൊണ്ടോ കഴിവുകൊണ്ടോ നേരിടുന്നതിനേക്കാൾ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ വിജയം സുനിശ്ചിതമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങളെയും പോരാട്ടങ്ങളെയും ഓർത്ത് നാം ഭാരപ്പെടുന്നുണ്ടോ? ഓർക്കുക, നാം ഏകരല്ല. യുദ്ധക്കളത്തിൽ നമുക്കായി പോരാടുന്ന ഒരു ദൈവമുണ്ട്. നാം ചെയ്യേണ്ടത് ഇത്രമാത്രം: ഭയപ്പെടാതെ ദൈവത്തിൽ വിശ്വസിക്കുക, പൂർണ്ണ ഹൃദയത്തോടെ അവനിൽ ആശ്രയിക്കുക. അസാധ്യമായതിനെ സാധ്യമാക്കുന്ന ദൈവം നമുക്ക് വേണ്ടി ജയം നൽകും. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണങ്ങാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ വലിയ സ്നേഹത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, യുദ്ധം അങ്ങേക്കുള്ളതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ നേരിടുന്ന ഓരോ പ്രതിസന്ധികളെയും പോരാട്ടങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കാതെ ദാവീദിനെ പോലെ അങ്ങയുടെ നാമത്തിൽ മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് ഞങ്ങൾക്ക് ജയം നൽകുന്നതിനായി സ്തോത്രം. സകല മഹത്വവും പുകഴ്ചയും അങ്ങേക്ക് മാത്രം അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ.